ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം ഗായ്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിനകത്താണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചതിന് ശേഷം കുക്കർ ചൂടായപ്പോഴത്തേക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ച് അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടണം. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല. ഞാനൊരു തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം സവാള കുറച്ച് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് ക്യൂബായിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ഇടാം. ഞാൻ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കണം. അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ആകാനായിട്ട് വെക്കണം. മിക്സായി വരുമ്പോഴത്തേക്ക് മിക്സ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല മിക്സ് ചെയ്യാം. അപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് മൂന്നും എടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെ ആയെന്ന് നോക്കാം. അതൊന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഈ ഒരു അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ചിക്കനും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടച്ച് വെക്കണം. വിസിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കാഷ്യൂനട്ടും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കുക. കാഷ്യൂനട്ട് നേരത്തെ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുക്കറിൻ്റെ വിസിൽ പ്രഷറെല്ലാം പോയിട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ അതെടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് തിളയ്ക്കാൻ വെച്ച് അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തിളയ്ക്കേണ്ട ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഈ ഗ്രേവിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ആ ജാറിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. അത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഗരം മസാലയുടെ പൗഡറും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാമേ. അപ്പത്തിനകത്ത് ഞാനൊരു പിങ്ക് കളറിലുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അപ്പം അവിടെ നിന്ന് റെഡി ആവട്ടെ. ഇത് ഞാൻ ചെറുതായിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് റെഡി ആയിട്ട് വരും. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് അപ്പം കിട്ടും. അപ്പം ഞാൻ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ അപ്പം കൂടി ഉണ്ടാക്കിയെടുത്ത് അപ്പം അതിന് ശേഷം കറിയും കൂടി എടുക്കണം. കറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.